ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. ഇന്ന് ഞാനൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ റെസിപ്പി നിങ്ങൾക്കും അറിയാം, മൊഹബത്ത് കാ സർബത്ത്. പക്ഷേ ഇപ്പോൾ റീസെൻ്റായിട്ട് പേളിമാണി ഉണ്ടാക്കിയ ഒരു റെസിപ്പിയാണ്. അപ്പം നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലോ. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, എന്നാലും ഞാൻ പറഞ്ഞു തരാം. കുറച്ച് പാലും തണ്ണിമത്തനും റുവാഫ്സയും കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇത് ഉണ്ടാക്കാം. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് പല ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്യാം. കസ്കസ് ആഡ് ചെയ്യുക, ജെല്ലി ആഡ് ചെയ്യുക, അങ്ങനെ വെറൈറ്റി ആക്കി ഉണ്ടാക്കാം. നമ്മളിവിടെ സാധാ ബേസിക് ആയിട്ടുള്ള റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇത് കുറച്ച് കാലം മുന്നേ വളരെ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരുന്ന റെസിപ്പിയാണ്. ഇപ്പോഴും വീട്ടിൽ കുറേ പേര് പ്രിപ്പയർ ചെയ്യുന്നൊരു റെസിപ്പിയാണ്. പ്രത്യേകിച്ച് ഈ ചൂട് കാലത്ത് ഇത് തണുപ്പിച്ചിട്ട് ഒരു ഗ്ലാസ് കുടിച്ചാൽ അടിപൊളിയാവും. നമ്മളിവിടെ 1 ലിറ്റർ പാലാണ് എടുക്കുന്നത്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ റുവാഫ്സ് നമുക്ക് ആഡ് ചെയ്തിട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ പാലിൻ്റെ കളറ് നല്ലൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡായിട്ട് കിട്ടും. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള തണ്ണിമത്തനും നമ്മൾ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് സൈഡിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് പഞ്ചസാര ചേർക്കുന്നുള്ളൂ. നിങ്ങൾ കണ്ടൻസ്ഡ് മിൽക്ക് സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി പഞ്ചസാര നിങ്ങൾ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ പേളിമാണി പറഞ്ഞ പോലെ ഇതിൽ കുറച്ച് പഞ്ചസാര കുറഞ്ഞാലും പ്രശ്നമില്ല. ഇത് മൊഹബത്ത് കാ സർബത്താണല്ലോ. മൊഹബത്തിന് അല്ലെങ്കിൽ മധുരം കൂടുതലാണല്ലോ. ഇനി നമുക്ക് അതിലേക്ക് മുറിച്ച് വെച്ച തണ്ണിമത്തൻ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ പേളിമാണിയുടെ കുരുവൊന്നുമില്ല, പക്ഷെ ഇവിടെ കുരുണ്ട്, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണേ. ഒന്നൊന്നായി എടുത്ത് കളയാനുള്ള ക്ഷമ ഇല്ലാത്തതുകൊണ്ടാണ്. ഇനി നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ആക്ച്വലി തണ്ണിമത്തൻ ഇടുന്നതിന് മുന്നേ ആണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്, പക്ഷെ ഞാൻ മറന്നുപോയി. അപ്പോൾ ഈ സ്റ്റെപ്പിലും ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് നല്ല മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് നേരെ ഫ്രിഡ്ജിൽ കയറ്റാം. എന്നിട്ട് ഇഫ്താർ ടൈമിൽ നല്ല തണുപ്പോടെ കുടിച്ചാൽ മതി. നമ്മളുടെ മൊഹബത്ത് കാ സർബത്ത് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഈ റമദാൻ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്ക്. പേളിമാണി പറഞ്ഞ പോലെ എല്ലാവർക്കും കുറച്ച് മൊഹബത്ത് ഈ റമദാന് നമുക്ക് കൊടുക്കാം. അപ്പോൾ എന്നാൽ ശരി, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. കൂടെ ആ ബെൽ ബട്ടനും കൂടി പ്രസ് ചെയ്യാൻ മറക്കണ്ട.